വഖഫ് ബില്ല് അങ്ങനെ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായിരിക്കുകയാണ്. ഇനി പ്രതിപക്ഷം കണ്ണുവച്ചിരിക്കുന്നത് ബീഹാറിലാണ്. വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം BJP ഉടനെ തന്നെ ഇലക്ഷനിലേക്ക് കടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് ബീഹാറും ഒന്ന് ഉത്തർപ്രദേശുമാണ്. ഇവിടെയാണെങ്കിൽ ഇനോർമസ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ ആണുള്ളത്. ഈ വഖഫ് ബില്ല് അവിടെ BJPക്ക് ഒരു വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷം കരുതുന്നത്. അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരീക്ഷകന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. വലിയ ഒരു അഗ്നിപരീക്ഷയായിരിക്കും ബീഹാറിൽ BJPക്ക് നേരിടേണ്ടി വരിക. യഥാർത്ഥത്തിൽ വികാരങ്ങളെ സ്വാധീനിക്കാനും ധ്രുവീകരിക്കാനും കഴിവുള്ള ഒരു നിയമനിർമ്മാണമാണ് ഈ വഖഫ് ബില്ല് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് പാസ്സായതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. ഭരണകക്ഷിയായ BJP വിജയിച്ചോ എന്നതിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് സൂചനയായിരിക്കും ബീഹാറിൽ നിന്ന് പുറത്തു വരിക എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബില്ലിനെ പിന്തുണച്ച ഭരണകക്ഷിയായ BJP, JDU, LJPയുടെ NDAയും എതിർത്ത RJD, കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ബീഹാറിൽ ആ കടുത്ത പോരാട്ടമായിരിക്കും, അത് വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ബില്ലിനെ ശക്തമായി എതിർക്കുന്നവരും ബില്ലിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. പ്രശാന്ത് കിഷോറിന്റെ പുതുമുഖം ജൻ സൂരജ് പാർട്ടിയും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവ ഈ നീക്കത്തിന്റെ ആക്കം കൂട്ടും, ഈ തെരഞ്ഞെടുപ്പിന്റെ ആക്കം കൂട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന 243 അംഗ ബീഹാർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമുദായിക സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി നിർണായക ഘടകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടക്കുക. അതിൽ ഒരു നിർണായക ഘടകമായി, നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ലായി വഖഫ് ബില്ല് ഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബീഹാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബീഹാറിലെ 29,000-ലധികം ബിഗകളുടെ അടിസ്ഥാനം ഉടമസ്ഥാവകാശം വഖഫിനുണ്ട്. അതിൽ 50% പേരും കൈയടക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 18% മുസ്ലിങ്ങളാണ് ബീഹാറിലുള്ളത്. അവരുടെ വോട്ട് പല മണ്ഡലങ്ങളിലും ചിതറിക്കിടക്കുകയാണ്. അവർ നിർണായകമായ ഘടകമാണ് BJPക്ക്. നിയമനിർമ്മാണം വളരെ വൈകാരികമായ ഒരു വിഷയമായി മാറുന്നതിനാൽ RJD, കോൺഗ്രസ്, ജൻ സൂരജ് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ വഖഫ് ബില്ലിനെതിരായ വികാരങ്ങൾ വളർത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആരെയാണ് സഹായിക്കുക അല്ലെങ്കിൽ ആരെയാണ് ഇത് തളർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബീഹാറിൽ ബിൽ ധ്രുവീകരണം വർദ്ധിപ്പിക്കുമെന്നും ഹിന്ദു വോട്ട് അടിത്തറയും പ്രതിപക്ഷമായ RJD, കോൺഗ്രസ്, മുസ്ലിം വോട്ട് അടിത്തറയും ശക്തിപ്പെടുത്താൻ BJPയെ അത് സഹായിക്കും എന്നുമാണ് യഥാർത്ഥത്തിൽ പല ആൾക്കാരും മറ്റൊരു വിഭാഗം പറയുന്നത്. എന്നിരുന്നാലും ആരാണ് കൂടുതൽ നന്നായി കളിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം. സംസ്ഥാനത്തെ ഏകദേശം 49 മുതൽ 50 മണ്ഡലങ്ങളിൽ വരെ ഗണ്യമായ രീതിയിലുള്ള മുസ്ലിം വോട്ടർമാരുണ്ട്. മുസ്ലിങ്ങൾക്ക് അവിടെ സ്വാധീന ശക്തിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബീഹാറിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ നിർണ്ണയിക്കുന്നതിന് പുറമെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും അദ്ദേഹത്തിന്റെ ജനതാദൾ യുണൈറ്റഡിന്റെയും ഭാവി നിർണ്ണയിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വഖഫ് ബില്ല് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോഴും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 19% മുതൽ 23% വരെ ഉത്തർപ്രദേശിൽ മുസ്ലിം ജനവിഭാഗമാണ്. വിവിധ സംഘടനകളിൽ നിന്നും വികസന പരിപാടികളിൽ നിന്നുമുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന മുസ്ലിം ജനസംഖ്യയുള്ള, അതായത് 25% മുകളിൽ മുസ്ലിങ്ങളുള്ള മണ്ഡലം, അതാണ് ഉയർന്ന മുസ്ലിം ജനസംഖ്യയുള്ള മണ്ഡലം എന്ന് പറയുന്നത്. റാംപൂർ, മൊറാദാബാദ്, ബിജ്നോർ, സഹൻപൂർ, മുസാഫർ നഗർ, അമ്രോര, ബറേലി, ബച്ച്റൈക്ക്, ശ്രീവാസ്തവ്, ബാഗ്പത്, ഗാസിയാബാദ്, സിദ്ധാർത്ഥ് നഗർ എന്നിവയാണ്. ഇവ BJPക്ക് പിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി വഖഫ് ബില്ലിന് ശേഷം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം താല്പര്യങ്ങളോട് നിസ്സംഗത പുലർത്തുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കുക എന്നതാണ് ഇത്തവണ പ്രതിപക്ഷ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അഖിലേഷ് യാദവിന് ഇത് വലിയ ഒരു ആയുധം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ ബ്ലോക്കിന് അവിടെ നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് ഇത്തവണ ഈ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി പ്രതിപക്ഷ പാർട്ടികളെല്ലാം കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്റെ ആവനാഴിയിലെ അവസാനത്തെ വജ്രായുധവും എടുത്ത് യോഗി ആദിത്യനാഥ് പയറ്റുമോ എന്ന് നോക്കിക്കാണുകയാണ് മറ്റു പലരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.